തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ 1996 LDF സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. തൊട്ടുപിന്നാലെ 2001 അധികാരത്തിൽ വന്ന ആന്റണി സർക്കാർ സമിതിയുടെ പഠനം പൂർത്തിയാക്കാതെ ടെൻഡറിലേക്ക് കടന്നു. കൺസോർഷ്യത്തിന് കേന്ദ്രം സുരക്ഷാനുമതി നിഷേധിച്ചു. VS സർക്കാർ 2006 അധികാരത്തിലെത്തിയപ്പോൾ അനുമതിക്കായി വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്നു. തുടർന്ന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. അന്ന് AK ആന്റണിയായിരുന്നു പ്രതിരോധ മന്ത്രി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പദ്ധതിക്കായി ഒന്നും തന്നെ ചെയ്തില്ല. പിന്നീട് CPIM നിരന്തരം സമരം ചെയ്തതിന്റെ ഫലമായാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് എഡിറ്റോറിയൽ കൂടി ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ക്രെഡിറ്റിൽ തർക്കം വേണ്ടതില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നാടിനാകെയുള്ള ക്രെഡിറ്റാണ് വിഴിഞ്ഞമെന്നും LDF സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞുവെന്നും സൂചിപ്പിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതി 2016 മുതലുള്ള സർക്കാരിൻ്റെയോ അതിനു മുൻപ് 2011 മുതൽ 2016 വരെയുള്ള സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ലെന്നും അത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.